ഹലോ ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ രാവിലെ പറഞ്ഞില്ലേ ആരൻ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുമെന്ന്. 2 ടൈപ്പിലാണേ. നമ്മൾ പഴയ ആൾക്കാർ വെക്കുന്ന പോലെ, അതുപോലെ മോഡേൺ രീതിയിലും ഇപ്പം കാണാം കേട്ടോ. കത്തിക്ക് മൂർച്ചയില്ല, മൂർച്ച വെക്കുവാണേ. വേണ്ട ഇൻഗ്രീഡിയൻസ്: തക്കാളി, സവാള, പച്ചമുളക്, ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പിലയില്ല, പിന്നെ ഇച്ചിരി മല്ലിയില. പാൻ വെച്ചു. ചൂടായപ്പോൾ ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു. ബാക്കി സവാള ഇടുന്നു. ഇനി അതൊക്കെ വഴന്ന് വരുമ്പോഴത്തേക്കിനും ഓരോന്നോരോന്ന് വഴറ്റിയെടുക്കും. ലാസ്റ്റ് തക്കാളി ഇടും. അത് കഴിഞ്ഞ് പിന്നെ മല്ലിയില ഇടും. അങ്ങനെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, പിന്നെ ഗരം മസാല, കുരുമുളക് പൊടി, ഇത്രയേ ചേർത്തിട്ടുള്ളൂ. മല്ലിപ്പൊടി ഇട്ടിട്ടില്ല. മല്ലിപ്പൊടി മറന്നുപോയോ എന്തോ. എന്നോട് എന്തൊക്കെ വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അര ടീസ്പൂൺ മല്ലിപ്പൊടി എന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ മറന്നുപോയി കാണും. ഇത്രയൊക്കെ ചെയ്യുന്നില്ല അല്ലേ പാവം. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഓരോന്നൊക്കെ ഇട്ട് കൊടുക്കുന്നു. രാവിലെ ഞാൻ ഒരു വീഡിയോ ഇട്ടില്ല. അതിൻ്റെ കമൻറ്റിൽ നമ്മുടെ മുംബൈ അച്ചായൻസിൻ്റെ മോള് പറഞ്ഞെന്ന്, പുള്ളിക്കാരോട് ചോദിച്ചെന്ന്, ജോമാൻറ്റിയോട് എന്തോ ആണ് പിന്നെ സങ്കടപ്പെട്ടിരിക്കുന്ന വീഡിയോ ഇടാത്തതെന്ന് ചോദിച്ചില്ലേ. ജോമാൻറ്റി സങ്കടപ്പെട്ടിരുന്നപ്പം ഞാനിവിടെ സങ്കടപ്പെട്ടിരുന്ന ആരും എന്നോടൊന്നും ചോദിക്കുന്നില്ലല്ലോ എന്ന്. എൻ്റെ പൊന്നു മോൾ ഇങ്ങോട്ട് പോരും കേട്ടോ. മമ്മിയെ ചോദിച്ചില്ലെങ്കിൽ ആൻറ്റി 10 പ്രാവശ്യം ചോദിച്ചേക്കെ. ഇവിടെ വന്ന് കുറച്ച് ദിവസം നിന്നു. എന്നിട്ട് എപ്പോഴും ചോദിച്ചോളാം, ആൻറ്റി പൊന്നെ എന്നാ സങ്കടപ്പെട്ടിരിക്കുന്നത്. ഇവിടെ വന്നാൽ സങ്കടമൊന്നും കാണത്തില്ല. ഞാൻ ഭയങ്കര ഇങ്ങനെ ചിലച്ചുകൊണ്ടിരിക്കും കേട്ടോ. ഞാൻ ഭയങ്കര ചിലപ്പെന്ന് വെച്ച് ഇഷ്ടമുള്ളവരോടേ ചിലയ്ക്കുള്ളൂ, ഇല്ലാത്തവരോടും മിണ്ടത്തേയില്ല. നമ്മൾ വേറെ പണികൾ ചെയ്ത് മാറി മാറി നടക്കും. അങ്ങനെയാണ്. താല്പര്യമുള്ള ഡീസൻ്റ് ആൾക്കാരോടേ മിണ്ടത്തുള്ളൂ. അത് ഡീസൻ്റ് അല്ലാത്തവരോട് നമ്മൾ സംസാരിക്കത്തേയില്ല. അങ്ങനെ അതാണെന്ന് വെച്ചാൽ ചുമ്മാ ഒരുമാതിരി അലപ്പറയും സ്വഭാവമുള്ളവരോട് നമ്മൾ മിണ്ടത്തില്ല. പൊന്നിങ്ങി പോരും കേട്ടോ, ആൻറ്റി ചോദിച്ചോളാം. ആരും ചോദിക്കാൻ ഇട വരത്തില്ല. നല്ലതായിട്ട് ആൻറ്റി സന്തോഷിപ്പിച്ചോളാം കേട്ടോ. നമുക്ക് ഒരുമിച്ച് പാചകമൊക്കെ ചെയ്യാം. കുറച്ച് ദിവസം മമ്മിയുടെ അടുത്തുനിന്ന് ഇവിടെ വന്നിരുന്നു. ജയ ആൻറ്റി ഉണ്ട്, ജയ ആൻറ്റിയുടെ അടുത്ത് പോകാം. ശ്രീദേവി ആൻറ്റി ഉണ്ട്. ഞാൻ ആലപ്പുഴയിൽ പോകണം, അജിത ആൻറ്റിയൊക്കെ കാണണം. ബാക്കിയുള്ളവരൊന്നും വീടറിയത്തില്ല. വീട്ടമ്മയുടെ വീട് റാന്നിയാണെന്ന് പഠിച്ചു. സുപ്രിയയോട് പല പ്രാവശ്യം ചോദിച്ചിട്ട് സുപ്രിയ വീഡിയോയിൽ റിപ്ലൈ പറഞ്ഞിട്ടില്ല. ഇനി ഞാൻ കൊടുത്ത കമൻറ്റിന് താഴെ ഉണ്ടോയെന്ന് അറിയത്തില്ല. ഇനി ഏത് വീഡിയോ ആണെന്ന് തപ്പിപ്പോണ്ടേ നമ്മൾ. എന്തായാലും സുപ്രിയ വീഡിയോയിൽ പറ കേട്ടോ. പിന്നെ ബിജി ബോംബെയിലാണെന്നറിയാം, കുട്ടനാട്ടിലാണെന്നറിയാം. അങ്ങനെ എല്ലാവരും. പിന്നെ റാണി ജോസ് UK ഒത്തിരി പേരുണ്ട്. അങ്കമാലി ചേച്ചി അങ്കമാലിയിലാണെന്നറിയാം. നൂറ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, അങ്ങനെ എങ്ങാണ്ട് കോഴിക്കോട്. അങ്ങനെ ഒത്തിരി പേരുണ്ട്. ഒരുമാതിരിപ്പെട്ടവരുടെയൊക്കെ വീഡിയോയ്ക്കൂടെ എനിക്കറിയാം. അതേ തക്കാളിയൊക്കെ ഇട്ട് അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ അങ്ങനെ മുംബൈയിലെ കമൻറ്റിൻ്റെ മറുപടി ഇപ്പോൾ ഓർത്തപ്പോഴേ അങ്ങ് പറഞ്ഞേക്കാം. അല്ലെ വീഡിയോയിൽ ഞാൻ എല്ലാവരുടെയും കമൻറ്റിൻ്റെ മറുപടി പറയാത്തതുകൊണ്ട് അവരോർക്കുമല്ലേ ഞാൻ എന്നെ ഒന്നിനും മറുപടി പറയാത്ത. ഞാൻ എല്ലാവർക്കും ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ കൊടുക്കുന്ന കമൻറ്റിൻ്റെ തൊട്ട് താഴെ അതിൻ്റെ റിപ്ലൈ അപ്പം തന്നെ ഉണ്ട്. ഞാൻ എപ്പോഴും ഈ YT സ്റ്റുഡിയോയ്ക്കകത്താണ്. അത് കാരണം നിങ്ങളുടെ കമൻറ്റിന് അപ്പം റിപ്ലൈ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പോയി ആ വീഡിയോയുടെ താഴെ നിങ്ങൾ ചോദിച്ചതിൻ്റെ താഴെ നോക്കിയാൽ മതി. ഞാൻ ഇട്ടിട്ടുണ്ട് റിപ്ലൈ കേട്ടോ. എന്നിട്ട് അടുത്ത നിങ്ങളുടെ വീഡിയോയിൽ പറയണം, ജോമ റിപ്ലൈ തന്നു, പിന്നെ കാര്യം ചോദിച്ചതിന് മറുപടി തന്നു, അപ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റിയെന്ന് പറയണം കേട്ടോ. ഞാനിത് എല്ലാവരും ചോദിക്കുന്നതിന് അപ്പം തന്നെ റിപ്ലൈ കൊടുക്കുന്നതുകൊണ്ട് വീഡിയോയിൽ പിന്നെ പറയാത്ത. അവരങ്ങനെ ചോദിച്ചു, ഇവരിങ്ങനെ ചോദിച്ചു, അപ്പോൾ ഞാൻ അങ്ങനെ ആണ് അതിൻ്റെ മറുപടി എന്ന് പറയാത്ത കേട്ടോ. അല്ലാതെ ഞാൻ ആരും പിന്നെ എന്നാ പറയുന്നത് അവഗണിച്ചിട്ടില്ല കേട്ടോ. എല്ലാവർക്കും മറുപടി കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ പറയണ്ടേ, ആരാ പിന്നെ എല്ലാവരും എന്നോടിങ്ങനെ, ഞാൻ പറഞ്ഞല്ലോ രാവിലെ കരഞ്ഞിരിക്കുവാന്ന് മനസ്സിലായെന്നുള്ളത്. അതായത് നിങ്ങൾ നല്ലതായിട്ട് എന്നെ സ്നേഹിക്കുന്നുള്ളതുകൊണ്ടാണ് അത് മനസ്സിലായത്, ദുഃഖത്തിലായിരിക്കുന്നത്. ഞാൻ അതിശയിച്ചു പോയിട്ടോ. എല്ലാവരും കൂടെ അങ്ങനെ ചോദിച്ചപ്പോൾ
അതിശയിച്ചു പോയി. ഞാനാണെങ്കിൽ ഒരു ക്രിസ്ത്യൻ സോങ് ഒരു ഷോർട്സ് ഇട്ടതേ ഉള്ളൂ, അത് സങ്കടത്തിൽ ഇരുന്നപ്പോൾ ഇട്ടാ കേട്ടോ. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് ഇട്ടിരിക്കുന്ന ഈ മോഡേൺ പുള്ളിയുടെ ചെമ്മീൻ റോസ്റ്റിനകത്ത് ഇട്ടിരിക്കുന്നത് ഒറിഗാനോ, പിന്നെ റോസ്മേരി, പിന്നെ തൈം എന്ന് പറയുന്ന ഒരു അതെനിക്ക് എന്നാന്ന് എനിക്കറിയത്തില്ല. ഞാനത് ഇതുവരെ ഈ ലുലുമോളിൽ നിന്ന് കുറേ സാധനങ്ങൾ ഇവന്മാർ മേടിപ്പിച്ച് എന്നെ കൊണ്ട് വെപ്പിച്ചിരിക്കുന്ന ഇവരുടെ രീതിയിലുണ്ടാക്കാം. പക്ഷേ എനിക്ക് ആ സാധനം എന്നാന്ന് ഞാൻ ഇതുവരെ വായിച്ചും നോക്കിയില്ല, കണ്ടില്ല കേട്ടോ. കുറേ ഇവർ പെറുക്കി എടുത്തു, ഇവർ കൊണ്ട് ഫ്രീസറിൽ എല്ലാം കൂടെ അടുക്കി വെച്ചിട്ടുണ്ട്. ഇവർക്ക് ആവശ്യം വരുമ്പോൾ ഇങ്ങനെ പാചകം ചെയ്യുമ്പോൾ എടുക്കും. ഞാൻ നോക്കിയിട്ടേ ഇല്ല, ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എടുത്തൊന്നും ചെയ്യാറില്ല. ഞാൻ പഴയ രീതിയിലല്ലേ വെക്കുന്നത്, പുതിയ രീതിയിൽ ഇവരാണ് വെക്കുന്നത്. പക്ഷേ ഇവർ വീഡിയോ പിടിക്കുന്നില്ലെന്നേ ഉള്ളൂ, എന്നും എന്തെങ്കിലും ലോട്ടിലൊടുക്കം ഉണ്ടാക്കും കേട്ടോ. ഇവന്മാർക്കറിയാം ഒരു സായിപ്പിൻ്റെ വീഡിയോ കണ്ട് ചെയ്യുന്ന ഇത് എല്ലാം പഠിച്ചു വെച്ചിരിക്കുക. എന്നിട്ട് നമ്മളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിപ്പിച്ചിട്ട് അത് അവർ ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കുക. എന്നിട്ട് ഇങ്ങനെ ഓരോന്നുണ്ടാക്കും. ഈ സൂപ്പിനകത്ത് ഇടേണ്ടിയത്, സാലഡിനകത്ത് ഇടേണ്ടിയത്, സാലഡ് എന്ന് പറഞ്ഞാൽ റോ സാലഡ് അല്ലാതെ ഒന്ന് പുഴുങ്ങിയിട്ട് നമ്മൾ വെക്കത്തില്ലേ ബട്ടറിനകത്തൊക്കെ ഈ സാധനം ഒറിഗാനോയും റോസ്മേരിയും പിന്നെ തൈംസ് എന്നൊക്കെ പറഞ്ഞ് തൈമല്ലേ കുഞ്ഞു, തൈമല്ലേ, തൈം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. പപ്പിരിക്ക, അത് പിന്നെ എനിക്കറിയാം, മറ്റേ ക്യാപ്സിക്കം ചുമന്നതിൻ്റെ പൊടിയാന്നൊക്കെ അറിയാം. അങ്ങനെയെല്ലാം ഓരോ കാര്യങ്ങളിട്ട് ഇത് നാടൻ ചെമ്മീൻ റോസ്റ്റ്, പിന്നെ ഇപ്പുറത്ത് പുള്ളിയുടെ രീതിയിലുള്ള മോഡേൺ ചെമ്മീൻ റോസ്റ്റ്. അപ്പോൾ അതെല്ലാം നിങ്ങൾ ഫുള്ള് വീഡിയോ ഒന്ന് കണ്ട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ. എല്ലാവരും ചുമ്മാ ഓടിച്ചു വിടുക, അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം ഞാൻ എല്ലാ വീഡിയോയിലും മിക്ക വീഡിയോയിലും എല്ലാവരെയും പറ്റി പറയുന്നുണ്ടേ. എന്നിട്ട് ആരും അതിന് മറുപടി ഒന്നും ഒന്നുമില്ല. കാരണം അവരത് ഫുള്ള് കാണുന്നില്ല, സ്കിപ്പ് ചെയ്ത് എല്ലാവരും പോകും. നിങ്ങൾ ഫുള്ള് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴേ രക്ഷപ്പെട്ടേനെ. ഫുള്ള് വീഡിയോ കാണുന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾ കേട്ടേനെ, എന്നോട് എന്നിട്ട് അതിന് താങ്ക്സ് ഒക്കെ പറഞ്ഞു. ഒന്നും നിങ്ങൾ കേൾക്കുന്നില്ല. പിന്നെ ഫുള്ള് വീഡിയോ കാണുന്നില്ലെന്ന് ഉറപ്പ് എങ്ങനെയാണെന്നറിയാം. റിയൽ ടൈം ഒന്നുണ്ട്, റിയൽ ടൈം ഒന്നുണ്ട്. അതിനകത്ത് വളരെ അപ്പം എനിക്കറിയാം ആരും ഫുള്ള് കാണുന്നില്ലെന്ന്. പോട്ടെ. പിന്നെ അച്ചിങ്ങ മെഴുക്കുവരട്ടി, പുളിശ്ശേരി, 3-4 കഷ്ണം മീൻ വറക്കാനുണ്ടായിരുന്നു. പിന്നെ പുള്ളിയുടെ ചെമ്മീൻ റോസ്റ്റ് ഉണ്ട്. പിന്നെ പുള്ളി ഉണ്ടാക്കിയ 3-4 കഷ്ണം മീൻ കാണിക്കട്ടെ ഇരുന്നത്, അത് പുള്ളി ഉണ്ടാക്കിയ ചെമ്മീൻ റോസ്റ്റ്, അത് സ്പെഷ്യൽ മോഡേൺ രീതിയിൽ സ്പെഷ്യലായിട്ട്. ഇപ്പുറത്ത് നമ്മുടെ നാടൻ ചെമ്മീൻ റോസ്റ്റ് എല്ലാം സൂപ്പറായിട്ട് എടുത്ത് അങ്ങനെ ഞങ്ങൾ സുഖമായിട്ട് ഇന്ന് ഉച്ചയ്ക്ക് കഴിച്ചു. ഇപ്പം ഞങ്ങൾ ചെറിയ റെസ്റ്റ് എടുക്കാൻ ഇങ്ങോട്ട് രണ്ടുപേരും കൂടെ കയറി. ആരൻ ഇരുന്ന വീഡിയോസൊക്കെ ഇങ്ങനെ കാണുന്നു, ഞാനിവിടെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നു. സൂപ്പറായിട്ടോ. അപ്പോൾ ചോറുണ്ടട്ടെ. ഓക്കെ, ബൈ, താങ്ക് യു, ഗോഡ് ബ്ലെസ് യു ഓൾ. ചക്കര ഉമ്മ ചെമ്മീൻ റോസ്റ്റ്.